ഹലോ. അപ്പോൾ ഇവിടെ നിന്നൊരു സി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ചാലഞ്ചിൻ്റെ. മൂന്നാമത്തെ ദിവസത്തിൽ നിന്ന് നമുക്ക് ഒരു സി എൻട്രിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു ലോട്ട് തന്നെ എടുക്കുന്നത്. ഇന്ന് എക്സ്പയറി ആണ്, അപ്പോൾ നല്ല രീതിയിൽ ലോസ് വരും. കാരണം വെച്ചാൽ പ്രീമിയത്തിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവും. ചെറിയ ചെറിയ പോയിൻ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രീമിയത്തിൽ എഫക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ലോസ് കൂടും. ചിലപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റും നല്ല രീതിയിൽ വരും. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ഏകദേശം ക്യാപിറ്റൽ ഡബിൾ ആവുന്ന മൂവ്മെൻറ്റ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുക എന്താണെന്ന് നോക്കാം. ഇത് ഏകദേശം നമ്മുടെ മൂവിങ് ആവറേജിൻ്റെയും CPRൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഇവിടെ നിന്ന് ഒരു മുകളിലോട്ട് പോകും തന്നെയാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതുപോലെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നല്ലൊരു സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു റേഞ്ചിലെ ഒരു സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സിയിൽ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഡൗൺഫോൾ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇനിയും സപ്പോർട്ട് എടുത്ത് പോകുന്നു പറഞ്ഞിട്ട് നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, എക്സിറ്റ് ആവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. 1400 രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് ഇനിയും ചിലപ്പോൾ ഇവിടെ നിന്ന് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ആവും. അപ്പോൾ ഇന്ന് ചെറിയൊരു ലോസാണ്. കാരണം വെച്ചാൽ നല്ലൊരു ഡൗണിൽ വന്നിട്ടും നമുക്ക് ചെറിയൊരു ലോസാണ് വന്നിട്ട് കുഴപ്പമില്ല. ഹലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എൻട്രി നമുക്ക് ലോസ് ആയിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആ എൻട്രി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിലാണ് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുത്തത് സംഭവം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എൻട്രി എടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ 2 ഹെഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി. ഏകദേശം ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു സപ്പോർട്ട് എടുത്തത് നേരെ മുകളിലോട്ട് പോവും എന്നൊരു വ്യൂ ആണ് എൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് മാർക്കറ്റ് അതൊരു ഫേക്കായിട്ട് മാറ്റി വീണ്ടും താഴേക്ക് വന്നു. അതിനുശേഷം ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വ്യൂ നല്ല കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ചാർട്ട് പാറ്റേൺസൊക്കെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹെഡ് താഴേക്ക് ആണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ മുകളിലോട്ട് പോകേണ്ടതാണ്. ഏകദേശം ഇപ്പോൾ എത്രയാണോ ഈ റേഞ്ച് കറക്റ്റായിട്ടും നമുക്ക് മുകളിലോട്ടും കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടാർഗറ്റും ഇത്ര വലിയ ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ റിട്രേസ്മെൻറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോസാണ്. ചെറിയ ലോസ് തന്നെയാണ്, 1500 രൂപയുടെ ലോസാണ്. അപ്പോൾ അതൊന്നും വിഷയമല്ല. നമുക്ക് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം, ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു എൻട്രി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇവിടെ അടുത്തൊരു എൻട്രി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടെ നിന്ന് തന്നെയായിരുന്നു, ഈ സൈഡിലേക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ക്യാനിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഇൻവെർട്ടർ ഹെഡാണ് കണ്ടിരുന്നത്. അപ്പോൾ ഞാനത് പിന്നെ ഇവിടെ നിന്നൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാർക്കറ്റിൽ നിന്ന് എക്സ്പയറി ആയതുകൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും സൈഡ് വേസ് പോയാൽ തന്നെ നമുക്ക് വലിയ ലോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വേറൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് നോക്കാം. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു, മിനിഞ്ഞാന്നും എടുത്തു. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു ദിവസം ലോസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം ഇതുപോലെ നമുക്കൊരു 3 ലോസും കൂടെ ഉണ്ടാക്കാനുള്ള നമ്മൾ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്, 1400 രൂപയുടെ അടുത്തോളം ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്കിനി അടുത്ത എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാം. എക്സ്പയറി ആയതുകൊണ്ട് എനിക്ക് വലിയ അതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എൻട്രിയും എടുക്കാതെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും ഇനി നാളത്തേക്ക് നമുക്ക് എൻട്രി നോക്കിയിട്ട് എടുക്കാം. എക്സ്പയറി ഡേ എന്തായാലും ഇനിയിപ്പോൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇനി മൺഡേ നോക്കാം. മൺഡേ ആണ് ഇനി ട്രേഡിംഗ് ഉള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് മൺഡേ നോക്കാം.